ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ദിവസം നിനക്കുണ്ടാകട്ടെ. ഈശോ ഇന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുക, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നിയമവും പ്രവാചകന്മാരും എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ അന്തസത്തയാണ്. പഴയ നിയമത്തിൻ്റെ അന്തസത്തയെ ഈശോ ഒരു പുതിയ ഫോർമാറ്റിൽ ഇട്ട് തരികയാണ്. ഈശോ പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുക അത് നീ അവർക്ക് ചെയ്തു കൊടുക്കുക. നോമ്പുകാലത്തിൽ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ചിന്തയാണിത്. മറ്റുള്ളവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് പ്രതീക്ഷിക്കുന്നതിന് പകരം അവരുടെ പ്രതീക്ഷകൾക്ക് നീ ഉത്തരമായി തീരുക. അവർക്ക് സാധിക്കുന്നതെല്ലാം നീ ചെയ്തു കൊടുക്കുക. നിൻ്റെ ഹൃദയം അലിവുള്ളതായി തീരട്ടെ, ഔദാര്യമുള്ളതായി തീരട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ ദർശിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ ചേർത്ത് പിടിക്കും. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈശോയെ, മറ്റുള്ളവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നതിന് പകരം സാധിക്കുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ, അവരുടെ മുൻപിൽ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം പോലെ ആയിത്തീരുവാനായിട്ട്, ഹൃദയത്തിലെല്ലാവരെയും ഏറ്റെടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണം. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.